ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രേണുസുതി പൊട്ടിക്കരഞ്ഞ രംഗത്തട കണ്ടിട്ട് നെഞ്ച് തകർന്നു പോയി. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അമ്മാതിരി രേണുസുതിയുടെ കരച്ചിൽ. എടി കരയില്ലടി, എനിക്കരയരുത്. തകർന്നു പോയി. ഒരു നിമിഷം ഞാനിങ്ങനെ തകർന്ന് തരിപ്പണമായി അയ്യോ 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 എന്ന് പറഞ്ഞങ്ങ് വീണിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും രേണുസുനെ ഇഷ്ടമില്ലാത്തവർ ലൈക്ക് അടിക്കാനും മറക്കണ്ട. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം. ഞാൻ കിച്ചുവിന് 100% സപ്പോർട്ടാണ്. അവന്റെ തെറ്റുകൾ ഓരോന്നായിട്ട് അവൻ എന്ന് തിരുത്തി പറഞ്ഞ് പൊതുസമൂഹത്തിൽ അവൻ തുറന്നു പറഞ്ഞു. അന്ന് മുതൽ ഞാൻ അവന് സപ്പോർട്ട്. അവൻ റിഗ്രറ്റ് ചെയ്യുന്നു. അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവൻ തെറ്റ് ചെയ്തിട്ടുള്ള റിഗ്രറ്റ് ചെയ്യുന്നു. പക്ഷേ ആ തെറ്റിന് കാരണക്കാരായത് ആരാ? അവനെ വളർത്തേണ്ട സാധനങ്ങൾ നേരെ ചോ വളർത്തിയില്ല. സ്നേഹം കൊടുക്കേണ്ട സാധനങ്ങൾ നേരെ ചോ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് അവൻ കുറച്ച് വഴി തെറ്റിപ്പോയത്. ഒരുപാടൊന്നും തെറ്റിയില്ല കേട്ടോ. കുറച്ചൊന്ന് വഴി തെറ്റിയപ്പോൾ തന്നെ ആശാൻ തിരിച്ചതിന് ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി കിച്ചു മോനെ നീ സെറ്റാണ്. കാരണം നിനക്ക് ഒരുപാട് കഴിവുണ്ട്. നീ നല്ലവണ്ണം പാട്ട് പാടും. അത് തന്നെയാണ് ഞാൻ അന്തം വിട്ട് കുന്തം വഴുകിയിരുന്ന സംഭവം. അതുകൊണ്ട് തന്നെ നീ മോനെ സെറ്റായിട്ട് ഇനി കയറി വരും. വേറെ ലെവലാവും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും രേണുസുനെ കിച്ചുവിന്റെ വീഡിയോ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്ന സമയത്താണ് കരഞ്ഞും കൊണ്ടൊരു വീഡിയോ. സാധാരണ എന്തെങ്കിലും നെഗറ്റീവ് ഒന്ന് ഏറി കയറുമ്പോൾ ഋതപ്പനെ എടുത്തോണ്ട് വരും. ഇപ്പൊ ഋതപ്പനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഋതപ്പനെയും ചേർത്താണല്ലോ കിച്ചു പറഞ്ഞത്. അതോടെ മൂഞ്ചി. ഇനിയിപ്പോ തങ്കം ചേട്ടനെ എടുത്തോണ്ട് വരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇനി കരയാം. നമുക്ക് നമ്മളെ തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ഞാനൊന്ന് വായിക്കാൻ കേട്ടാ. മേ ബി ഐ ഗെറ്റ് ലാസ്റ്റ് ഡിസിഷൻ ഇൻ ദ എൻഡ് ഓഫ് മൈ ലൈഫ്. ഡിസിഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്. സ്പെല്ലിംഗ് എന്തായാലും അറിഞ്ഞുകൂടെന്ന് മനസ്സിലായി. ഇത് നീയാണ് ടൈപ്പ് ചെയ്ത്, അത് നിന്റെ മറ്റേ മാനേജറാണ്. യാതായാലും രണ്ടിനും പകരമില്ല. ഡിസിഷൻ ആണെങ്കിൽ ആ ഡിസിഷന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഡിസിഷന്റെ സ്പെല്ലിംഗ് ഇതല്ല. വിവരമില്ലായ്മ വീണ്ടും ഒരു ഡിസിഷൻ നീ ഉച്ചാരണം വെച്ച് അടിച്ചിട്ടുണ്ട്. പക്ഷെ സ്പെല്ലിംഗ് ഇതല്ല കേട്ടോ മോളെ. അതുകൊണ്ട് മാനേജറിന്റെ അടുത്തും കൂടി പറ. വിവരവും ബോധവത്തോടെയൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുള്ള സ്പെല്ലിംഗ് എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ടൈറ്റിലൊക്കെ ഞാൻ ഈ ഇപ്പൊ കല്യാണം എന്നുള്ളത് വേറൊരു രീതിയിലൊക്കെ ഇടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയലേഷൻ ചിലപ്പോൾ ഒന്ന് ആക്സെപ്റ്റബിലിറ്റി അടിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ടൈറ്റിൽ മാറ്റി കൊടുക്കാറുണ്ട്, തംബ്നെയിൽ മാറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ മനഃപൂർവ്വം അക്ഷരം തെറ്റിച്ച് ഇടാറുണ്ട്. പക്ഷെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോയിട്ട് അക്ഷരം മനഃപൂർവ്വം തെറ്റിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പോട്ട്, നമ്മൾ ഇതൊന്നും ആന കാര്യമാക്കണ്ട. രേണുസുനയ്ക്ക് വിവരമില്ല, നമുക്ക് പണ്ടേ അറിയാം. ആ പോട്ട്, ഇനി എന്തായാലും കരച്ചിൽ കാണാം. എന്റെ പൊന്ന് പ്രേക്ഷകരെ, ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പാടി കരയടി, നമുക്ക് ഒരുമിച്ച് കരയായിരുന്നു. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. അതെന്ത് ചെയ്യണമെന്ന് അറിയാം. പാസ്വേഡ് യൂസർ നെയിമും കടിച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ലോഗിൻ ആവും. നീ ട്രൈ ചെയ്യ്. രേണുസുനെ തുറക്കാൻ പറ്റില്ലെന്നൊന്നും പറയില്ല. അല്ലെങ്കിൽ എന്നെ സമീപിക്കും, ഞാൻ തുറന്നു തരാം. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് അയ്യോ, രേണുവിന്റെ കണ്ണിൽ പല്ലി വെടുത്തു. എന്തു പറ്റി? വെള്ളം പോകുന്നു. മുകളിൽ നോക്കൂ, പല്ലി കാണും, പെടുത്ത് കാണും. അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഇപ്പൊ അങ്ങനെയാ? നീയാണ് രായ്ക്ക് രാമായണം വന്നിരുന്ന് പറയുന്നത് എന്നെ എല്ലാവരും കണ്ടന്റ് ആക്കി. അങ്ങനെയല്ലേ നമ്മൾ കണ്ടന്റ് ആക്കി. നീ പറഞ്ഞിട്ടാണ് കണ്ടന്റ് ആക്കി. ഇപ്പൊ പറയില്ലേട്ടോ, മാറ്റി പറയില്ലേ. അപ്പൊ കണ്ണനെ അപ്പാന്ന് വിളിക്കരുത്. നീ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കിയത്. ഇപ്പൊ നമുക്ക് കുറ്റോ? ഇതുള്ളല്ലേ, ഇതെവിടെ നിന്ന്? ഇത് സമ്മതിക്കത്തില്ല. നീ പറഞ്ഞിട്ട് തന്നെയാണ് കണ്ടന്റ് ആക്കി. നെഗറ്റീവ് പോരട്ടെ നമ്മൾ തന്നില്ല ആവശ്യത്തിലധികം. ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. ഓ, നീ അത്രയും എലിവരട്ടി അല്ലേ രേണു? സെലിബ്രിറ്റി അല്ലേ രേണു? അത്രയും സെലിബ്രിറ്റിയാ. നിന്നെ പറ്റിയിട്ട് ഡെയിലി ഇങ്ങനെ കണ്ടന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അഭിമാനിക്കല്ലോ. നീ ആരായിട്ടോ? ഇതെന്താ നഖമൊക്കെ ഓരോ കളറിലിരിക്കുന്നു? ത്രിവർണ്ണ എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും. നിന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ നീ കരയുന്നേ. നിന്റെ വിഷയം അതൊന്നുമില്ല. കിച്ചു അടിച്ച് അണ്ണാക്കി തന്ന് അതിന്റെ വിഷമാണ് ഈ കാണുന്നത്. അത് ഏതൊരു പൊട്ടനും മനസ്സിലാവും. ഒന്നും എന്നെ ബാധിക്കാറില്ല, പക്ഷെ ചിലതൊക്കെ എന്നെ ബാധിക്കും. കിച്ചു തന്നതല്ലേ ബാധിച്ചത്. എനിക്ക് മനസ്സിലായി. ഇനി കരഞ്ഞ് മെഴുകി ഇടുമ്പോ നാട്ടുകാർ അയ്യോ പൊട്ടടി രേണു, കിച്ചു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു. എന്നാ നീ കൊണക്കൊന്ന് വിചാരിച്ചാ ഇപ്പൊ ജനിയൊക്കെ തന്നെ ഞാൻ
ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് നീ നോക്കണ്ട, ഫേസ്ബുക്കിൽ കയറണ്ട. നീ വേറെ ആഫ്രിക്കയിലുള്ള ലോഗിൻ ചെയ്യും. അപ്പൊ പിന്നെ അവിടത്തെ കണ്ടന്റുകൾ വരും. നല്ല നല്ല മുഴുത്ത ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കണ്ടന്റ്. ഇങ്ങനെ വന്നിട്ട് എന്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ തുറക്കരുത് രേണു. എന്റെ കമന്റ് ബോക്സ് ഞാൻ തുറക്കാറില്ലല്ലോ. സീരിയസ്ലി ഞാൻ കാണാറുണ്ട്. പിന്നെ കുരുപൊട്ടിയിരിക്കുമ്പോൾ ചിലർക്കൊക്കെ റിപ്ലൈ തരാണ്ട് പേഴ്സണൽ ഇൻബോക്സ് വന്നിട്ട്, അല്ലാതെ അവിടെ കടന്നിട്ട് പച്ചത്തറി വിളിച്ചു ഓ നാണക്കേട്. എന്തായാലും പോട്ട് അല്ല രണസുന, നീ ഹാപ്പി ആയിട്ടിരിക്കും നേർക്കല്ലേ. ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. കരയില്ലേടി, എന്നെ കരയിപ്പിക്കല്. രേണു കരഞ്ഞാ പിന്നെ എനിക്ക് നിക്കാൻ പറ്റത്തില്ല, മുട്ടുകാലിടിക്കുക. അയ്യോ എന്റെ രേണു കരയരുത് പ്ലീസ്. ആര് കരഞ്ഞാലും നീ കരയരുത് രേണു. നമ്മളിങ്ങനെ ബോൾഡ് ആൻഡ് സ്ട്രോങ്. നമുക്ക് വീണ്ടും കാണാൻ തൃക്കൊടുത്താനത്തിൽ വെച്ച് നീ കരയരുത് രേണു, കരയരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റ് ആണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ കാസ് പണം തൊട്ട് മണി ഇതിനു വേണ്ടിട്ടല്ലേ നീയും കുറെ പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടിയത്. പക്ഷെ കിച്ചു അതോടെ എല്ലാം ഓർമ്മകൾ മാത്രമായി ഏതോ തെളിഞ്ഞ സൂര്യൻ ഉള്ളിലുള്ളിലെ ദീപനാളമായി നിലനാടി പൊന്നും കരുതിയിലെ കണ്ണും കുക്കുറുക്കെന്തെങ്കിലും വെള്ളം കുടിച്ച് ഈ അവസ്ഥ ആയത്. വെള്ളം കുടിക്കല്ലേ, കുടി കുടി കുടി. ഇതിപ്പോ ആഘോഷിക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ ആവും. പിന്നെ അറിയാല്ലേ ഞാനെത്തും. അല്ലെങ്കിൽ രേണുസുതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലാതെ എന്താ ഉപ്പില്ലാത്ത കഞ്ഞൂലായില്ല, ഞാനെത്തും. എന്റെ പൊന്നു പ്രേക്ഷകരെ ഞാൻ എത്തി. ഇതെന്താ മുടിയൊക്കെ കാണിക്കുന്നു? കരയുമ്പോ കര, അല്ല ഹെയർ സ്റ്റൈല് നോക്കാതെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഒറ്റ മനുഷ്യന്മാരെയാണ് കള്ളക്കരച്ചിലുകാരനെന്ന് പറയല്ലേ. സത്യസന്ധമായ കരയുകയാണ്, മനസ്സിലായ? ഗ്ലിസറിൻ പോലും വേണ്ട, പല്ലിപ്പെടുത്ത് അത് മൊത്തം അവളെ അഡ്ജസ്റ്റ് ചെയ്ത് കരയുന്നുണ്ട്. അത്രയ്ക്ക് കഴിവാണ്. കലാകാരിയല്ലടാ, ഒന്നുമില്ലെങ്കിൽ ഒരു കലാകാരിയല്ലേ. ആൽബം, ഷോർട്ട് ഫിലിം, മിന്നും താരമല്ലേ, സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റി എലിവരട്ടി മനുഷ്യനാണ്. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ പറയരുത് രേണു. നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീ ഇല്ല. കരയിപ്പിച്ച് കളഞ്ഞല്ലോടി നീ എന്നെ, നീ കരയിപ്പിച്ച് കളഞ്ഞല്ലോ. വേണ്ടായിരുന്നു. ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായി? അതെന്താ പിടിച്ചു വെക്കുന്നേ? സ്വയം നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ഭൂമിയിൽ ദൈവം നമ്മൾ സൃഷ്ടിച്ച സമയത്ത് ദൈവം നമുക്കൊരു ആഴ്ച തന്നിട്ടുണ്ട്. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോകണം രേണു. ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? എന്തായാലും കൊള്ളാം. ഇത്രയും കരയരുത് രേണു. കരഞ്ഞ താങ്ങത്തില്ല ഈ അതുലേട്ടൻ. എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. കിച്ചു, നീ എന്തിനാടാ എല്ലാ സത്യം വിളിച്ചു പറഞ്ഞത്? നീ വാ തുറന്നതല്ലാടെ എല്ലാ പ്രശ്നമായത്. നീ വാ തുറക്കാതെ നിന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു നാടകം കാണേണ്ടി വരുമായിരുന്നു. നമുക്ക് ഒരാവശ്യമില്ലായിരുന്നു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. തുതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു ഇന്നെനിക്ക് വേണ്ടി. ആരാടാ നമ്മളെ രേണുവിനെ തെറി വിളിച്ചേ? തെറിയൊന്നും വിളിക്കരുത് രേണു. നീ ഇനി കരയരുത്, നീ കരയരുത്. ആരില്ലെങ്കിലും ഞാനുണ്ട്. എടുക്കൂ എന്റെ ഉടപാട്. രേണുവിന്റെ പടനായകനായി ഞാൻ എത്തും, പേടിക്കണ്ട. രേണു കരയരുത്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുറെ ഫീൽഡിൽ ഇരിക്കണല്ലേ. വേണ്ട വേണ്ട, ഞാൻ വേറെ ഫീൽഡാണ്. നീ മറ്റേ ആൽബോർഡല്ലേ, മറന്നു, സോറി, ആലോചിക്കുന്നില്ല. എന്തായാലും രേണു കരയരുത്. നമുക്ക് എല്ലാത്തിനും ഒരു പലഹാരം ഉണ്ടാക്കാം. വേണ്ട, ഉണ്ടാക്കാം. എണ്ണയിലിട്ട് തന്നെ ഞാൻ വറുത്തടിക്കും. എന്തായാലും രേണു ഇത്രയും കരഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പൂർവ്വകാലത്തിലോട്ട് പോവാം. പൂർവ്വകാലത്തിലോട്ട് പോവാം. കിച്ചുവിനെ പറ്റി, കിച്ചു നിന്റെ ഒരു ഇത് കണ്ടിട്ട് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു നോക്കാം. അമ്മയെ പറ്റി ഓരോന്ന് കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യാത്തത് അമ്മയുടെ ഇതെനിക്ക് ഇതായിട്ട് പണ്ടേ പറഞ്ഞ കാര്യമാണ്. എനിക്ക് അമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു ചെയ്തോട്ടെ, എനിക്കത് ഒരു ഇതായിട്ട് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം അമ്മയുടെ ഇഷ്ടം അതുപോലെ നടക്കട്ടെ. അല്ലാണ്ട് ഞാൻ ആരെയും പേടിച്ചോ ആരും എന്നെ വാടപ്പിച്ചോ അങ്ങനെ നിർത്തിയേക്കുന്നൊന്നുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണമെന്നൊന്നും അങ്ങനെയില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം അങ്ങനെ പോട്ടെ, അല്ലാണ്ട് എന്നെ പേടിപ്പിച്ച് വെച്ചേക്കുന്നു. കാര്യം പറയും, ആ കാര്യം പറയും. ഇങ്ങനെ പറഞ്ഞ് രേണുവിനെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കണം, അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരായിട്ടുള്ള ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് നിന്നാൽ ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. ഒരു കൈ ഇങ്ങനെ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, രണ്ട് കൈ ശബ്ദം ഉണ്ടാകുന്നു. എന്തിനാ
കിച്ചു ഇൻഡയറക്ട്ലി തന്നെ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആരും ഇത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഡെയിലി ഞാനിരുന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും. 2 കൈ അടിച്ചാലല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ, ഞാൻ മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ എന്നാണ് കിച്ചു പറയുന്നത്. അത് അന്ന് ആർക്കും പുറിയലേ ആണ്. ഇന്ന് കിച്ചുവിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോൾ എല്ലാവർക്കും പുറിഞ്ഞു പോച്ചു. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല, അത്രയും എന്ത് പറയാൻ അവൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പട്ടിക്കുഞ്ഞു പോലെ അവനെ തിരിഞ്ഞു നോക്കാനില്ലാണ്ട് അവനെ അനുഭവിച്ചിട്ടുള്ള ആ മെന്റൽ ട്രോമ. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടം വന്ന വേറൊരു കേസാണ്, ഇവന്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഏതോ നാറികൾ കൂടെ ഉണ്ടായിരുന്നവന്മാർ ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എന്തോ പോലെ തോന്നിയിട്ട്. ഇപ്പോൾ ചിലപ്പോൾ അല്ലാണ്ട് പോകുന്ന വഴിക്ക്, നമ്മളൊരു മരണത്തിന് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കുമായിരിക്കും. പക്ഷെ ആ മരിച്ചുപോയ വ്യക്തിയുടെ മകൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കൂടാ? കഴിക്കും? അങ്ങനെ കഴിക്കാൻ സാധിക്കുമോ? ചില്ലടിച്ച് പോകാൻ സാധിക്കുമോ? എനിക്കറിയത്തില്ല. അത്രയും കഴിപ്പണം കെട്ടവന്മാരെയും കൊണ്ടാണ് അന്ന് കിച്ചുവിന് ഗതികേടിന് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചായ ഒരു സാധനമാണ്. ആ മകന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. എൻ്റെ ഒരവസ്ഥ, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഈ മോന്മാരെ എല്ലാം ചീത്ത വിളിച്ച് ഇറങ്ങി ഞാൻ എൻ്റെ പാടിനങ്ങ് പോകുമായിരുന്നു. സത്യം, സീരിയസ്ലി. എങ്ങനെ സാധിച്ചുവെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു 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 രീതി അതിപ്പോൾ അവൻ്റെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി തിന്നവന്മാരുടെ ആരും അല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് അത് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും കിച്ചു അന്ന് തന്നെ ഇൻഡയറക്ട്ലി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം കാണത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. ഇനി ഒരു ഇന്റർവ്യൂവിൽ രണ്ടുപേരും കൂടിയുള്ള ഒരു ക്ലിപ്പ് കൊടുക്കാം, രേണുവും കിച്ചു. അതായത് ഇത്രയധികം നെഗറ്റീവ് പറയുന്ന എന്റെ അമ്മയെ അങ്ങനെ ആൾക്കാർ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു പറയും, നമുക്ക് എന്തോ പറയാൻ പറ്റും, അവര് പറയട്ടെ. അവൻ അവന്റെ അമ്മേനെ അറിയാം, പിന്നെ നാട്ടുകാർ പറഞ്ഞ അവൻ എന്ത്, അതാണ് അവൻ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? അവൻ അവന്റെ അമ്മേനെ അറിയാമല്ലോ. അപ്പൊ പിന്നെ നാട്ടുകാർ പറഞ്ഞ അവൻ തിരിച്ചു പറഞ്ഞ അവൻ നാട്ടുകാർ കേൾക്കത്തില്ലല്ലോ. അതാണ് അവൻ പറഞ്ഞ മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യത്തില്ല. അവൻ ഇപ്പൊ മൈൻഡ് ചെയ്ത് കണ്ടല്ലോ രേണു. അന്നും അവന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇടയക്കാരൻ നീ അങ്ങ് നൈസായിട്ട് അതിനെ തട്ടി അങ്ങ് നീ കയറി ഉത്തരം പറഞ്ഞു. അവൻ അവന്റെ അമ്മയെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ തട്ടി അങ്ങ് വിട്ട് എല്ലാ വിഷമവും ഉള്ളിലൊതുക്കി ആരോടും പറയാനില്ലാണ്ട് വീർപ്പ് മുട്ടിയിരുന്ന് അവസാനം കിച്ചു പ്രതികരിച്ചപ്പോ നീ ഒരു നാടകമായിട്ട് അങ്ങ് ഇറങ്ങി. കൊള്ളാം, നിനക്കതിനെ കഴിവുള്ളൂ, നീ അത് തന്നെ ചെയ്യും. എന്തായാലും കരഞ്ഞു കാണിക്കുമ്പോൾ ഇനി എല്ലാവരും കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നീ വിചാരിച്ചതാണ് അല്ലേ? ഒരിക്കലും ഇല്ല രേണു. കഴിഞ്ഞു നിന്റെ ഈ നാടകങ്ങളും അഭിനയങ്ങളും കഴിഞ്ഞു രേണു, കഴിഞ്ഞു. നീ എക്സ്പോസ് ആയി. ഞാൻ പണ്ടേക്ക് പറയുമായിരുന്നു കിച്ചു വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ രേണു എന്ന് പറയുന്ന ഈ ഒരു പാട്ട് മരത്തിന്റെ വീഴ്ച. അത് അതുപോലെ സംഭവിച്ചില്ലേ? ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക് നല്ലോണം കേട്ടാ. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരുടെ മുന്നിൽ നാടകം അഭിനയിച്ച് കരഞ്ഞു കാണിച്ച് ഈ സ്വയം ഒരു പുച്ഛം തോന്നുന്നില്ലേ? ഇനി ഇവരുടെ വീട്ടിൽ ആ ഒരു ബിഗ് ബോസ് സമയത്ത് ഇവൾ അകത്തായിരുന്നപ്പോൾ ഒരു ഇന്റർവ്യൂ എന്തോ ഉണ്ടായിരുന്നു, അതൊന്ന് കാണാം. ഇപ്പോ ഏകദേശം ഒരു 17-18 ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട്. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ്സിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് ഓൾറെഡി അവിടെ ആണല്ലോ നിൽക്കുന്നത്, അധികം കാണാറില്ല. ഈ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൊമോയില് കണ്ടതാ, ചേച്ചി ലൈവില് കണ്ടതാ, ചേച്ചി കരഞ്ഞിട്ട് എനിക്ക് പോണം എന്ന് പറയുന്നത്, വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഇറങ്ങി വരികയാണല്ലോ, എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരും, വേറെ എവിടെ പോയാ? കേട്ടല്ലോ, ആ പയ്യന്റെ പറച്ചിലുണ്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. ഇല്ല, പിന്നെ അത് അവൻ പറയുന്നില്ല. അന്നേ എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം, ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അവനൊന്ന് പറയാതെ നമുക്ക് എല്ലാം തുറന്നടിച്ച് പറയാൻ പറ്റത്തില്ല. എങ്കിലും എവിടെയൊക്കെ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവന് മിസ് ചെയ്യുന്നുണ്ട്. ഇല്ല, അവനെങ്ങനെ മിസ് ചെയ്യും? അവന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവനത് നോക്കിയിട്ടുണ്ട്. ഇല്ല, ഏകാന്തതയെ അനുഭവപ്പെട്ട അവൻ വീട്ടിൻ്റെ അകത്ത് ഒറ്റയ്ക്കായിരുന്നു. തിരിഞ്ഞു നോക്കാൻ ഒരു വട്ടിക്കുഞ്ഞില്ലാതെ കിടന്നു. അവൻ്റെതായ ലോകത്ത് അവൻ ഗെയിമും കളിച്ച് അവൻ കുറെ ദുശീലങ്ങളും വരുത്തി വെച്ച് അവൻ അങ്ങനെ ജീവിച്ചു. എന്നിട്ട് ഇപ്പൊ എല്ലാം റിയലൈസ് ചെയ്യുന്നു. അത്യാവശ്യം 10-20 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ എല്ലാം റിയലൈസ് ചെയ്യുന്നു. ഓരോന്നായിട്ട് റിയലൈസ് ചെയ്തിട്ട് അവൻ അവന്റെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ ഋതപ്പനെയും കൂടെ അവൻ കൂടെ ചേർക്കുകയാണ്. നല്ലൊരു സഹോദരനാണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അവന്റെ സ്വന്തം സഹോദരൻ അല്ലെങ്കിലും അവനെയും കൂടെ ചേർത്ത് നിർത്താൻ അവൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അതൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി എന്നും നിലനിൽക്കട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. രേണു, നീ കാണിച്ച കൂട്ടിയതെല്ലാം നാടകങ്ങളെല്ലാം പോയി. നീ ബിഗ് ബോസിന്റെ അകത്ത് പോയി എന്റെ കിച്ചു എന്റെ ഋതപ്പാന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞില്ലേ? എല്ലാം നാടകമാണെന്ന് ഇപ്പം നാട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇവളുടെ അഭിനയം മൊത്തം നാട്ടുകാർക്ക് നല്ലോണം മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ രേണു. നീ ദി എൻഡ്. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല നിന്റെ കേസിൽ, സീരിയസ്ലി. ഇനി എയർപോർട്ടിൽ വന്നിട്ട് എന്നാ അഭിനയം രേണു, നീ കാണാം.
എന്തോ കിച്ചുവിന്റെ കൂടെ അങ്ങ് നിൽക്കുക. ആ കിച്ചു തന്നെയാണ് ഒരു ദിവസം ബാക്ക് എല്ലാ സത്യങ്ങളും ഒന്ന് തുറന്നു പറഞ്ഞത്. സത്യം അവന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലോണം ആലോചിച്ചു. അവന്റെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര നെഗാണ്. അവന്റെ സ്വന്തം അമ്മ പോകുന്നു, അടുത്ത അവന്റെ അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നു, അത് വന്നിട്ട് അവിടെ ആട്ടും തൂപ്പ്, അടുത്തത് വന്നു അതും ആട്ടും തൂപ്പ്. മൊത്തത്തിൽ അവൻ അനുഭവിച്ച് കൂട്ടിയതിന് കൈയും കണക്കുമില്ല. സീരിയസ്ലി ഇപ്പൊ അവന്റെ അച്ഛൻ അത്ര നല്ലവനെന്നോ അല്ലെങ്കിൽ ലോകം കണ്ട പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവൻ ഒരു കുട്ടി എന്ന നിലയ്ക്ക് കുട്ടിക്കാലം മുതൽ ഇന്ന് അവന്റെ ഈ ഏജ് വരെ അവൻ അനുഭവിച്ച മെന്റൽ ട്രോമ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രേണു, നിന്റെ നാടകം ഒന്നും നീ ഇറക്കരുത് ദയവ് ചെയ്തിട്ട്. മനസ്സിലായി? എനിക്ക് അതേ പറയാനുള്ളൂ. നീ ഇങ്ങനെ ചുമ്മാ നാടകം അടിച്ചിറക്കരുത്. കിച്ചു പറയുന്ന കുറച്ച് കാര്യമുണ്ട്, കൊടുക്കാം. കുറെ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, അതിലൊരു പുച്ഛമുണ്ടാവും സംസാരത്തിൽ. എന്തായാലും നീ ജയിച്ചടാകൂട്ടാ. നിന്റെ ഈ ഒരു വരവാണ് ഞാൻ കാത്തിരുന്നത്. നീ എന്ന് വരും, എന്ന് നീ പ്രതികരിക്കും. നീ പ്രതികരിക്കില്ല, നീ മൊണ്ണയാണെന്ന് നാട്ടുകാർ മൊത്തം ഒരു സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ പ്രതികരിക്കും, എന്നെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും പ്രതികരിക്കും. നിനക്ക് കുരു പൊട്ടുമെന്ന് ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. ആ ദിവസമാണ് ഇപ്പൊ കടന്നു പോയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും പലരും വന്നിട്ട് നിന്റെ കൂടെ വന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിൻ? ചുമ്മാ നിന്നെ വച്ചിട്ട് മുതലാക്കി റീച്ച് ഉണ്ടാക്കി സ്വയമേ വെളുക്കാൻ വേണ്ടി വരുന്ന കുറെ സാധനങ്ങൾ. കൂടെ നിർത്തരുതടാ, കൂടെ നിർത്തരുത് കിച്ചു. ഞാൻ ഉള്ള കാര്യം പറയാം. വഴിയെ പോകുന്ന ഒരു കള്ളനെ പിടിച്ച് കൂടെ നിർത്തിയാലും ഇന്നലെ നിന്റെ വീട്ടിൽ വന്ന ഒരു അമ്മച്ചിയും ഒരു മോനും ഉണ്ട്. അതിനെയൊന്നും കൂടെ നിർത്തരുത്. നീ ഒരിക്കലും ഒരു കാലത്തും നിർത്തരുത്. നിന്റെ കുതുകാല് വെട്ടി നിന്നെ കുളം തോണ്ടിട്ട് പോകും. ഇത് ഞാൻ പറയുന്നതാ. ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്ന ഒരു കേസാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനും റീച്ചിനും വേണ്ടിയിട്ട് നിന്റെ കൂടെ വന്ന് നിൽക്കുന്നത് പോലെ കാണിക്കും, അഭിനയിക്കും. അനുഭവം ഗുരു. മനസ്സിലായോ? ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കെന്തായാലും ആ സ്വഭാവമല്ലോ. കൂടെ ഒന്ന് കുതുകാല് വെട്ടുന്ന സ്വഭാവം ഇല്ല, ഇന്നേവരെ ചെയ്തിട്ടുമില്ല. ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. അവനെ വച്ച് വരെ മുതലെടുക്കാൻ നോക്കിയ ടീംസാണ് നിന്റെ കൂടെ വന്ന് നിൽക്കുന്നത്. ഒന്ന് ആലോചിക്കുന്നേ. നിന്റെ കൂടെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഭയങ്കര ആഘോഷമായിട്ട് നിൽക്കുകയാണ്. വിശ്വസിക്കരുത്. ഞാൻ ഇപ്പോഴും പറയാം, വിശ്വസിക്കരുത് കിച്ചു. വിശ്വസിച്ച നീയാണ് ഏറ്റവും വലിയ അവതാളത്തിൽ പോയി ചാടാൻ പോകുന്നതെന്ന് ഞാൻ പറയും. ഉള്ള കാര്യം പറയാമല്ലോ. ഇനി ഈ ഒരു വീഡിയോ വന്ന സമയത്ത് നമ്മുടെ ബാർ ഡാൻസർ കം സെലിബ്രിറ്റി എവിടെയാണെന്ന് നമുക്കൊന്ന് കാണണ്ടേ? ദുബായ് റാഷിദ് കൈമ ചെമ്പരത്തി റെസ്റ്റോറന്റ് ബാറിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയാണ് ആ യാത്ര. ഓ പിന്നെന്ത്, നമുക്ക് ഡാൻസ് കളിക്കാനായിരുന്നു. നീ കളിക്കടി. കളി ലാസ്റ്റ് കളിയല്ലേ. ഇതിന് ശേഷമല്ലേ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയത്. കൊള്ളാം, എനിക്ക് ഇഷ്ടമായ കരച്ചിൽ വീഡിയോ. ഇതെന്താ? ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ ആ തുള്ളി 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 മഴയായി വന്നാലേ ചുണ്ട മറന്നേ പോണല്ലേ. അയ്യോ, കളിച്ചുകൊണ്ടേയിരിക്കും. 2-ാം തീയതി വരെ ഓടി നടന്നുള്ള ഇനാഗ്രേഷനാണ്. പിന്നെ കളയാം. പിന്നെ എന്തായാലും രേണുമോളെ ദുബായിലല്ലേ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ ഇരുന്ന് കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ വരണ്ട, ചിലപ്പോൾ കല്ലേറ് കിട്ടും. സത്യമുള്ള കാര്യം പറയാം. എന്തായാലും ഞാൻ പല വട്ടം പറഞ്ഞടാ, കിച്ചു വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇവളുടെ ഈ കുന്തളിപ്പന്ന് കഥ. ഇനി കിച്ചു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യം കൂടി കേൾക്കാം. അപ്പൊ അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെയായിട്ട് സംസാരിച്ച്, അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നതും കട്ടപ്പെട്ട. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തിൽ നിന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛൻ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്. പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. എന്തൊക്കെയോ എന്തോ പറയാമെന്ന് എനിക്ക് എല്ലാവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാ മാറ്റം. തങ്കച്ചൻ, തങ്കമ്മ, തിങ്കിമ്മി, തുങ്കുമ്പു, രണാസുന എല്ലാത്തിൻ്റെയും സ്വഭാവത്തിൽ മാറ്റം.
അവന്റെ ജീവിതം നശിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ അവൻ ഓക്കെയാണ്. അവന്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഇനി കയറി വരും. അത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവനെ തിരിഞ്ഞു പോലും നോക്കാത്ത ഓരോ വർഗങ്ങള് ഇപ്പൊ കിച്ചുമോനെ, എന്റെ കിച്ചുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ. അവളുടെയൊക്കെ കപട മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴുന്നത്. ഏതെങ്കിലും കാട്ടവരാതി മക്കൾ ഇനിയും അവളെ സപ്പോർട്ട് ചെയ്തോണ്ട് എന്റെ കമന്റ് ബോക്സിൽ വാ. ഞാൻ കാണുകയാണെങ്കിൽ എന്റെ പുന്നാര മക്കളെ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ അപരാധ കമന്റുകൾ. അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വിടാറുണ്ട്. അല്ലാതെ ഈ അപരാധങ്ങൾ വന്ന് പറയുന്നതിനെ മാക്സിമം ഞാൻ ഒഴിവാക്കും. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞവനെ കളഞ്ഞ് കേടുകെട്ട വർത്താനായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കി വിടുന്നത്. ഓക്കെ, എന്തായാലും കിച്ചു കലക്കിടാമത്തെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവൻ വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന്. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അവന് ജസ്റ്റ് ഒന്ന് ദൂരെ കൂടി പറഞ്ഞു വെച്ച് പോയപ്പോൾ തന്നെ അതപ്പതിച്ച്. രണാസുന എന്ന് പറയുന്ന വേട്ടുമരം അതോടെ അതപ്പതിച്ച്. ബാക്കിയും കൂടി ക്ലിയർ കട്ടായിട്ട് നടന്ന സംഭവങ്ങൾ, എനിക്ക് അടക്കം അറിയാവുന്ന സംഭവങ്ങൾ അടക്കം കിച്ചു എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും. ഇപ്പൊ മനസ്സിലായ ഞാൻ പറയുന്നതൊന്നും കള്ളമല്ല എന്ന്. ചുമ്മാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടല്ല വിളിച്ച് പറയുന്നത് അതിലേട്ടൻ എന്ന് തോന്നുന്നില്ലേ ഇപ്പൊ നിങ്ങൾക്ക്? എന്തായാലും സന്തോഷമുണ്ട്. കിച്ചു നീ കലക്കിടാൻ മുട്ടെ. നിന്റെ ഈ ഒരു വരവിനായിട്ടാണ് ഞാൻ കാലാകാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നത്. കാരണം ഇവളെ നശിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ഇവളുടെ ഈ നാടകം, കിച്ചുവിനായാലും ഋതപ്പനായാലും വെച്ചുകൊണ്ടുള്ള ഈ നാടകം, കള്ള കരച്ചിൽ, കള്ള അഭിനയം, ഇത് പൊളിച്ചെടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് എന്റെ കിച്ചുവിന്റെ ഋതപ്പാന്ന് ഇവള് കരഞ്ഞ് അഭിനയിച്ചത് കള്ള കണ്ണുനീര കൺഫേം അല്ലേ? ഞാൻ അന്ന് പലവട്ടം അത് പറഞ്ഞതാണ്. അപ്പോഴെന്നെ കുറെ പേര് തെറി വിളിച്ച് ഓട്ടിച്ചു. പക്ഷെ ഇന്ന് അവൻ വാ തുറന്നപ്പോൾ സത്യം പുറത്തു വന്നു. സത്യം അവന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ബാല്യം ഇങ്ങനത്തെ ഒരു രീതിയിലങ്ങ് പോയി. കുറെ അപരാധികളുടെ ഇടയിൽ കിടന്ന് അങ്ങനെ പോയി. കഷ്ടം. എന്തായാലും കിച്ചു നിന്നെ ആരും ഇനി തള്ളി പറയാനൊന്നും പോകുന്നില്ല. നീ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ നിന്നെ എടുത്തിട്ട് അലക്കുന്നു. ഒരിക്കലും ഇല്ലടാ. നമ്മളെന്തോന്ന് അത്ര കണ്ണിച്ചോരയില്ലാത്തവന്മാരാ. നിന്റെ ആ വിഷമം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. നീ ആ പറയുന്ന വാക്കുകൾ ഓരോന്നും ഞാൻ കേട്ട സമയത്ത് ഞാൻ മാനസികമായിട്ട് ഞാൻ തളർന്നു. സീരിയസിൽ ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിപ്പോയി. അതുപോലെ തന്നെ ഞാനത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നീ നിന്റെ അച്ഛൻ്റെ കേസൊക്കെ പറയുന്ന സമയത്ത് മെന്റലി ഞാൻ ഒരുമാതിരി ആയിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്ക് കിട്ടാതെ ആയിപ്പോയി. ആ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ പോയി. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ഉണ്ടാവും. നീ സെറ്റായിട്ട് കയറി വരണം. ഇവള് നിന്നെ വെച്ച് മുതലാക്കിയത് നീ നാട്ടുകാരടുത്ത് അങ്ങ് വലുതായിട്ട് തുറന്നു പറഞ്ഞില്ലെങ്കിലും നീ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവളുടെ കുന്തളിപ്പ്, ഈ കിടന്ന് അഭിനയിക്കുന്ന കള്ള നാടകങ്ങൾ, ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അപരാധി മക്കള് എല്ലാവരും മനസ്സിലാക്കണം. ഇത് വെറും നാടകമാണ്, വെറും കഥം. അവളിപ്പോ വന്നിരുന്ന് കരയുന്നുണ്ടല്ലോ ഫേസ്ബുക്കിലെ കമന്റ്. നാട്ടുകാർ തിരിച്ചറിഞ്ഞ്, നിന്റെ ഉടായ്പകൾ നാട്ടുകാർ തിരിച്ചറിഞ്ഞ്, എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവരടക്കം തിരുത്തി പറയാനും മാറ്റി പറയാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ചില കഴിപ്പണം കെട്ടവെന്ന് പറയും മറ്റുള്ളവരുടെ കുടുംബത്തിക്കാരെ ഉണ്ടാക്കാൻ നിനക്ക് നാണമില്ലാടാ. മറ്റുള്ളവരുടെ കുടുംബക്കാരെ കുടുംബത്തിൽ തീർക്കണം. നാട്ടുകാരുടെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കും. മനസ്സിലായ? അപ്പൊ ശരി, ഇത്രയൊക്കെ തന്നെ, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കണ്ടേ. രേണു നീ ഒരു കാര്യം ചെയ്യും. കിച്ചു പറഞ്ഞ എല്ലാം ഞെട്ടിക്കുന്ന കള്ളങ്ങളാണ്, ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണ വീഡിയോ അങ്ങോട്ട് ഇടും. കിച്ചുവിനെ 10 തെറിയും പറഞ്ഞുകൊണ്ട് വാടി ഡബിൾ സെൽവി. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.